ലാസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇത് സഹോദരനയ്യപ്പൻ സ്മാരകം എന്ന് പറഞ്ഞിട്ട് ചെറായിൽ ഉള്ള ഒരു ഫേമസ് സ്പോട്ട്. ഓക്കെ, അപ്പോൾ വന്ന വഴി ഉണ്ടല്ലേ, നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞ് ഒരു ചെറിയ പോക്കറ്റ് റോഡൊക്കെ എടുത്ത് കയറി ഇങ്ങോട്ടേക്ക് എത്തി. ഇത് മ്യൂസിയമാണ് കറൻ്റ്ലി. സഹോദരനയ്യപ്പൻ ജനിച്ച വീടും അതിൻ്റെ കുറച്ച് പരിസര പ്രദേശങ്ങൾ അതൊക്കെ മ്യൂസിയമായിട്ട് സൂക്ഷിച്ചൊക്കെയാണ്. അപ്പോൾ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന കുറേ അനീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടുകൂടായ്മ, അങ്ങനെ ഒരുമിച്ചിരുന്ന് പല ജാതിയിലുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരെയൊക്കെ പൊരുതിയ ഒരു മഹത്തായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക്കായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്. 2 വഴിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബൈ റോഡും വരാം, നമുക്ക് ബോട്ട് സർവീസും ഉണ്ട് ഇവിടെ. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ കുറേ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ, മുസഡീസ് എന്നുള്ള പ്രൊജക്റ്റിന് കീഴിൽ വരുന്ന ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലിറങ്ങിയാണെങ്കിൽ പുഴയാണ് നേരെ കാണുന്നത്. അവിടെ വന്ന് ബോട്ട് ഇറക്കും, നമുക്ക് വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോവാം. അതൊരു പാക്കേജായിട്ട് എടുക്കണേ. ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ പല പല ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു യാത്ര. അതൊക്കെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് പോവാം. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. ശരിക്കും ഇത് മൺഡേ ആണ് വന്നേക്കണേ. അപ്പോൾ മൺഡേ മ്യൂസിയംസ് ക്ലോസ്ഡ് ആണ്, എങ്കിലും അതിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ കൂടെ വരാം, ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പണ്ട് കാലത്ത് ഒരുപാട് വ്യവസ്ഥകൾ നിലനിന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരനയ്യപ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ് ഇപ്പോൾ ബാക്കിൽ കാണുന്നത്. ഇതിപ്പോൾ കറൻ്റ്ലി മ്യൂസിയം വിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. മുസഡീസ് എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിൻ്റെ കീഴെ ഇതൊരു മ്യൂസിയമായിട്ട് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ് നമ്മൾ വന്ന ദിവസം. മൺഡേ സാധാരണ എന്ത് ചെയ്യില്ല, മ്യൂസിയംസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മ്യൂസിയംസ് ഓപ്പൺ അല്ല. അപ്പോൾ ഇന്ന് ഓപ്പൺ അല്ല. ബാക്കിയുള്ള ദിവസങ്ങൾ വരികയാണെങ്കിൽ ഇത് ഓപ്പണായി ഉള്ളിലൊക്കെ കയറി കാണാം. ഇതൊരു 3 ഘട്ടമാണ്. അപ്പോൾ പണ്ട് കാലത്ത് അപ്പോൾ ഈ സഹോദരനയ്യപ്പൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ ഈഴവ സമുദായത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഘട്ട് ആ ഒരു ലെവലിലെ വീടെ പണിയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെയായിരുന്നു. പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോരോ രീതിയായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്ത് പണിത് കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിലെ ഒരു വീട് എങ്ങനെ ഇരിക്കും, അതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. ഉള്ളിലൊക്കെ കയറി കാണാൻ പറ്റും 3 ഘട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. നേരെ ഫേസ് ചെയ്യുന്നത് പുഴയാണ്. ആ ഭാഗത്തൊക്കെ ഒന്ന് നടക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 എൻട്രൻസ് ഉണ്ടെന്ന്. ഒരെണ്ണം ബൈ റോഡ് വരാം. ഇത് ബോട്ട് മാർഗം ഇവിടെ വന്നിറങ്ങാം. മുസഡീസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതിന് കീഴെ ബോട്ട് സർവീസൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. അത് ഇവിടെ വന്നിങ്ങനെ ഇറക്കും ആൾക്കാരെ. ഇതിൽ കൂടെ തന്നെ കയറി പോവാം. അപ്പോൾ പല ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഒറ്റ റൂട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ബോട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ആൾക്കാരെ ഇറക്കി ഓരോ മ്യൂസിയത്തിൽ കയറി കാണിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇത് ബോട്ട് വന്ന് ഇറങ്ങാനുള്ള ഒരു ബോട്ട് ജെട്ടി. ഇവിടെ പോയി കുറേ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ബാക്ക് ഡ്രോപ്പായിട്ട് നിറച്ചും ചീന വലകൾ, അങ്ങനത്തെ കുറേ കാഴ്ചകൾ. വൈപ്പിൻ്റെ ആ ഒരു ഭംഗി ഇവിടെ നിന്നാലും ആസ്വദിക്കാം. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പണ്ട് കാലത്ത് നാട്ടുരാജ്യങ്ങളായിരുന്നു അറിയാലോ, നമ്മുടെ കൊച്ചി, തിരുവിതാംകൂർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു നാട്ടുരാജ്യങ്ങളുടെ ബോർഡർ നിശ്ചയിക്കുന്ന കുറേ കല്ലുകളുണ്ടായിരുന്നു, അതിർത്തി കല്ലുകൾ. അത് ഒരെണ്ണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പം പണ്ട് ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഈ ഭാഗത്തുണ്ടായിരുന്ന 2 നാട്ടുരാജ്യങ്ങളാണ് തിരുവിതാംകൂറും കൊച്ചി. അപ്പോൾ 2 ഭാഗത്തും ശരിക്കും പറഞ്ഞാലേ 2 വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായതുകൊണ്ട് അവിടുത്തെ നിയമവ്യവസ്ഥകളൊക്കെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ കൊച്ചിയിലെ വ്യവസ്ഥയായിരിക്കില്ല നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ടായി. അത് നിശ്ചയിക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നൊരു അതിർത്തിക്കല്ലാണ് ഈ സംഭവം. കൊതിക്കല്ലെന്ന് പറയുന്നത്. അതായത് കല്ലിൻ്റെ വലതുവശത്ത് കോ എന്നും അതുപോലെ തന്നെ ഇടതുവശത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തീയൊന്നും എഴുതിയിട്ടുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, ആ ഒരു എന്താ പറയുക അതിർത്തി വേർതിരിക്കുന്ന സംഭവങ്ങളില്ലേ. അപ്പോൾ ഇത് അതിൻ്റെ പുറകിലുള്ള കുറച്ച് കഥകൾ. ഇനി ആ ഭാഗത്തൊക്കെയാണ് പോകാൻ പോകുന്നത്.
അപ്പോൾ ബാക്കിൽ കണ്ട സ്കൾപ്ചർ ഉണ്ടല്ലേ, ഇത് ഒരു പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഒരു പ്രതിമ പോലെ 3D രീതിയിലൊക്കെ ഉണ്ടാക്കിയേക്കണേണ്. ഇത് അന്ന് നടന്നൊരു സംഭവമാണ്. അതായത് സഹോദരൻ അയ്യപ്പൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തിയ ഒരു എന്താ പറയുക ഒരു പരിപാടി. അതായത് ഒരുപാട് വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്തേക്കാണ്, ഭക്ഷണം കഴിച്ചേക്കാണ്. അതിൻ്റെ ഒരു സംഭവം പന്തി ഭോജനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാലത്തൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക പല ജാതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരേ ജാതിയിലുള്ള ആൾക്കാർക്ക് ഒരേ സമയം ഫുഡ് കഴിക്കുക, അല്ലാണ്ട് മിക്സായിട്ടിരുന്നിട്ടുള്ള ആ ഒരു ഭക്ഷണം കഴിക്കൽ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ആഹ്വാനം ചെയ്തിട്ട് നടത്തിയ പന്തി ഭോജനം, അതിൻ്റെ കുറച്ച് ഒരു വിഷ്വലൈസേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ അതിവിടെ ഇങ്ങനെ കാണാം. ഈ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗ്രഹത്തിനോട് ചേർന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ ആ മ്യൂസിയം പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതൊക്കെ നോക്കി ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഓല കൊണ്ട് മേഞ്ഞ് അങ്ങനത്തെ പണ്ട് കാലത്തെ ഇതുപോലെ ഇത് എപ്പോഴും ആ രീതി തന്നെ ഓലയൊക്കെ മെടഞ്ഞ് അത് ഫില്ല് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ പണ്ടത്തെ ആ ഒരു ലുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നൊരു മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ഒരു ലൈബ്രറി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മ്യൂസിയത്തിനോട് ചേർന്ന ഒരു ബിൽഡിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ ഒരു ഫ്രണ്ട് സൈഡിൽ ഒരു കുളവും കാര്യങ്ങളൊക്കെ കാണാം വരുമ്പോൾ തന്നെ. അപ്പോൾ ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ലൈബ്രറിയുടെ ഉള്ളിൽ കൂടി കണ്ടിട്ടും വരാം. ജസ്റ്റ് ഇതിലാണ് കയറിയാൽ മതി, ഒരു ചെറിയ ലൈബ്രറി. നോക്കിയാൽ ലൈബ്രറിയുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ കുറേ ജനലുണ്ട് ഇവിടെ, ഇങ്ങനെ വന്നിരുന്ന് വായിക്കാൻ പറ്റിയ സെറ്റപ്പും അല്ലാണ്ട് കുറേ ടേബിളും ചെയറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ചെറിയൊരു ലൈബ്രറി ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ബുക്സൊക്കെ ആയിട്ട് കുറേ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. കുറേ ഇതൊക്കെ പണ്ടത്തെ സ്റ്റൈലിൽ ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ. ഇത്രേ ഉള്ളൂ പൊക്കം ലൈബ്രറിയുടെ ഓരോ ഷെൽഫിലും. ഇതിന് കുറച്ച് ഷെൽഫുകളൊക്കെ ഇങ്ങനെ കാണാം. വായിക്കേണ്ടവർക്ക് വന്ന് വായിക്കാം. മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് എടുക്കാം. അപ്പോൾ ഈ ലൊക്കാലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ അധികം ദൂരമുള്ളവർക്ക് കിട്ടിയെന്ന് വരില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ആഴ്ച. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇത് ഒരു ദിവസം വരാം കാണാം ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആനുകാലിക പ്രസക്തിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേടിത്തന്ന കുറച്ച് ആൾക്കാർ അവരുടെ ജന്മസ്ഥലം, അവരൊക്കെ വന്നു പോയിരുന്ന സ്ഥലം, ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ വന്നിരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ ഇരിക്കും. കാണാൻ ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം വേറെ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട് ഞാൻ ഇനി ചെറായി വൈപ്പിൻ കാര്യങ്ങളൊക്കെ. ഓക്കെ.